രചന ഹരിലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഹോ, ഇതിങ്ങനെയൊക്കെ ആവോ? എനിക്കടുത്തിരുന്ന് ലഭ്യ ആവേശത്തോടെ ചോദിച്ചു. ആവും, എല്ലാത്തിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാണിക്കുന്നു. അപ്പൊ ശരിയായിരിക്കും. നോട്ടം മാറ്റാൻ ഞാനും പറഞ്ഞു. നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല പെണ്ണുമ്പിള്ളേ. അവളുടെ ചോദ്യം കേട്ട് പല്ലിറുമി സ്ക്രീനിൽ നിന്ന് നോട്ടം മാറ്റി അവളെ നോക്കി. അവളൊന്ന് വിളിച്ച് ലാപ്പിലേക്ക് തന്നെ നോട്ടം മാറ്റി. എർക്കൻ സീഗസ് 7ാമത്തെ തവണ കാണുകയായിരുന്നു ഞാനും ലഭ്യയും. ഫുള്ളാണ്, തെറ്റിദ്ധരിക്കരുത്. ക്യാൻ ചേട്ടന്റെയും സാനം ചേച്ചിയുടെയും മഴയത്തെ കിസ്സിങ് സീനാണ്. ഇതൊക്കെ കണ്ട അയവിറക്കാനേ യോഗമുള്ളൂ. ലാപ്പടിച്ച് ടേബിളിന് മുകളിലേക്ക് വെച്ച് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അങ്ങനെ അയവിറക്കാനുള്ളതല്ല, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ബെഡിൽ നിന്നും ചാടി എണീറ്റു പറയുന്നവളെ ഞാൻ നെറ്റി വിളിച്ച് നോക്കി. വൈകിട്ട് അമ്പലത്തിൽ പോയിട്ട് ബിന്ദുമേമയുടെ അടുത്ത് പോകണമെന്ന് അമ്മ പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് ഇളിയോടെ പറയുന്നവളെ ഞാനൊന്ന് കൂർപ്പിച്ച് നോക്കി. അല്ല, അച്ചുവേട്ടൻ വന്നിട്ടുണ്ടല്ലോ, കല്യാണം ഉറപ്പിച്ചിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് ട്രൈ ചെയ്താൽ. കാലിന്റെ പെരുവിരൽ കൊണ്ട് നിലത്ത് വട്ടം വരച്ച് കളിക്കുന്നവളെ നോക്കി ഞാൻ ഓക്കാനിക്കുന്ന പോലെ കാണിച്ചു. നിങ്ങൾ കുശുമ്പല്ലേ പെണ്ണുപിള്ളേ? കണ്ണു തുറപ്പിച്ച് നോക്കുന്നവളെ പൂച്ചേച്ച് വിട്ടു. പിന്നെ കുശുംബിക്കാൻ പറ്റിയ മുതല്. എന്റെ വല്യച്ഛന്റെ മോനെ അച്ചുവേട്ടൻ്റെ അടുത്തേക്ക് നീ ഉമ്മയും ചോദിച്ച് പോകാൻ പോകുന്നേ. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ. 5-6 പൂച്ചം കൂടി പറത്തി വിട്ടു. വെറുതെ അല്ല സ്ത്രീയെ നിങ്ങളിങ്ങനെ നിൽക്കുന്നു. കുശുംബി എനിക്കുള്ള ഞാൻ എങ്ങനെയും വാങ്ങിക്കും. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഏട്ടനെ പോയി പ്രലോഭിപ്പിക്കുക. അതും പറഞ്ഞ അവൾ ലാപ്പും എടുത്തടുത്ത് മുറിയിലേക്ക് പോയി. എന്ത്, ഇന്നലത്തെ മഴയിൽ മുളച്ചിൽ വരെ എന്നെ പൂച്ചിക്കുന്നോ? സമ്മതിക്കില്ല. ഇന്ന് അതിയാൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ വാങ്ങിയിട്ടേ ഉള്ളൂ. ബെഡിൽ നിന്ന് ചാടി എണീറ്റ് കുർത്തയുടെ സ്ലീവ് തെരുത്തിയേറ്റ് താഴേക്ക് ഓടി. എങ്ങോട്ടാ വാണി? അടുക്കള വാതിൽ കിടന്ന് ഓടുമ്പോൾ അമ്മ പുറകേന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. മാമിയുടെ അവിടെ വിളിച്ചു പോയി പുറകിലെ കെട്ടിയാടി കിടന്നോടി. മാമി വിളിച്ചുകൊണ്ട് അടുക്കള വാതിൽക്കിൽ നിന്ന് നോക്കുമ്പോൾ മാമി നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു. ഉയ്യോ! ആക്രാന്തിൽ ഒരെണ്ണെടുത്തും ചൂട് കാരണം തിരിച്ചിട്ടു. നിനക്ക് വേണ്ടി തന്നെ എൻ്റെ വാണി, ആറട്ടെ. ഇടയ്ക്ക് കൈ കൊടുത്ത് മാമി പറഞ്ഞപ്പോൾ ഇളിച്ച് കാണിച്ചു. പിന്നെ സാവധാനത്തിൽ ഒരെണ്ണെടുത്ത് ചൂടൂതി കഴിച്ചു. ഇടയ്ക്കിടെ കണ്ണ് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ അങ്ങോട്ട് പോയി. ഇവിടുത്തെ ഇളയ സന്താനം കുറേ നേരം അങ്ങോട്ട് വന്നിട്ട് എവിടെ? ആടെ സിനിമയും കണ്ടിരിപ്പുണ്ട്. ഉണ്ണിയപ്പം കയറ്റുന്നതിൽ പറഞ്ഞു. ദാ ഇതുകൊണ്ട് പോയി അവന് കൊടുത്തിട്ട് വാ. അതിനല്ലേ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. കയ്യിലേക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് ഉണ്ണിയപ്പെടുത്തെന്ന് മാമി പറഞ്ഞപ്പോൾ ഒന്ന് ഇളിച്ചു കൊടുത്തു. കണ്ടുപിടിച്ച് കള്ളി. കവിളിലൊരു നുള്ളും കൊടുത്ത് മുകളിലേക്ക് ഓടി. അവിടെ ഏറ്റവും അറ്റത്തുള്ള മുറിയുടെ അടുത്തെത്തി ശ്വാസം ഒന്ന് എടുത്തുവിട്ട് ചാരിക്കിടന്ന വാതിൽ മേലെ തുറന്നു. ദോ ഇരിക്കുന്നു ഞാൻ അന്വേഷിച്ചു വന്ന മുതൽ ബുക്കും നിന്നുണ്ട്. ഇത് ഞാൻ ഏതു നേരം ഇതേ ഉള്ളൂ. നോക്കി, ഞാൻ വന്ന് അറിഞ്ഞിട്ട് കൂടിയില്ല. ഒന്ന് കൂർപ്പിച്ച് നോക്കി. പിന്നെ ആവശ്യൻ്റെ ആയതുകൊണ്ട് മുഖത്ത് ചിരി ഒട്ടിച്ച് അടുത്തേക്ക് വന്നു. ബാലുവേട്ടാ. തേനും പാലും ചേർത്ത് വിളിച്ച് ബൊക്കിൽ നിന്ന് കണ്ണുയർത്തി എന്നെ നോക്കി. എന്നിട്ട് എന്താണെന്ന് പുരിയുമതി ചോദിച്ചു. മാമി തന്നതാ. പ്ലേറ്റ് മുന്നിലേക്ക് നീട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ വെച്ചേക്ക്. പറഞ്ഞിട്ട് വീണ്ടും മുഖം ബുക്കിലേക്ക് പൂഴ്ത്തി. പ്ലേറ്റ് ഇത്തിരി ശക്തിയിൽ ടേബിൾ വെച്ച്. എന്നിട്ടും അങ്ങേർക്കൊരു മൈൻഡില്ല. ഈശ്വര, ഇനിയും വിശ്വാമിത്രനെ തപസ്സൽക്കാൻ ഞാൻ ഏത് ക്യാബറെ കളിക്കണം? മേലോട്ട് നോക്കി നിന്ന് പോയി. നീ പോണില്ലേ? അത് കേട്ട് വീണ്ടും മുഖത്ത് ചിരിയൊട്ടിച്ച് ആ മുഖത്തേക്ക് നോക്കി. എന്നെ തന്നെ പുരികമുയർത്തി നോക്കി നിൽക്കുന്നു. ഞാനും ലപ്പിയും കൂടി ആറ്റി പോകുന്നുണ്ട്. ഏട്ടൻ്റെ ഏതെങ്കിലും ഡ്രസ്സ് അലക്കാനുണ്ടോ? താളം ചവിട്ടി ചോദിച്ചപ്പോൾ അവിടെ ചുളുങ്ങിയ നെറ്റി ഒന്നുകൂടെ ചുളുങ്ങി. എന്താ കാര്യം? എന്നിൽ നിന്ന് ഓട്ടം വീണ്ടും ബുക്കിലേക്ക് മാറ്റി ചോദിക്കുന്നു. എന്ത്? വളരെ നിഷ്കളങ്കമായി ചോദിച്ചു. എന്തോ കാര്യമുണ്ടല്ലോ, അല്ലാതെ എൻ്റെ പൊന്നുമോൾ ഇത്ര സ്നേഹനിധി ആവില്ലല്ലോ. എന്നെ മുഴുവനായി പഠിച്ചു വെച്ചിരിക്കുക കൊച്ചു കള്ളൻ. എന്താണെന്ന ഭാഗത്തിൽ നോക്കിയപ്പോൾ ഞാനൊന്ന് വിളിച്ചു കാണിച്ചു. എന്താന്ന് വെച്ച് വേഗം പറഞ്ഞേ, എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങനെ ഞാൻ ആ കൈയുള്ള ബുക്ക് പിടിച്ച് വായിച്ചു വെച്ചു. ഏത് നേരവും ബുക്കിനകത്ത് ഇരുന്നോളൂ. കാര്യം നിങ്ങൾക്കൊരു മാഷ് തന്നെയാ എന്നും പറഞ്ഞ് 24 മണിക്കൂർ ഈ പുസ്തകം പിടിച്ചോണ്ടിരിക്കണോ? കളിപ്പിട്ട് ചോദിച്ച് അവിടെ ഒരു ചിരിയൊക്കെ വിടരുന്നുണ്ട്. ശരി, ഇനി പറ, എന്താ കാര്യം? കണ്ണാടി ഒരു ബുക്കിന്റെ മുകളിലേക്ക് വെച്ച് എണീറ്റെന്റെ മുമ്പിൽ വന്ന് ചോദിച്ചു. അത് എനിക്കൊരു കൂട്ടം വേണം. ഇല്ലാത്ത നാണത്തെ ഉണ്ടാക്കി തലവന് ചോദിച്ചു. എന്ത്? ദിവാകരേട്ടൻ്റെ കടയിൽ നിന്ന് പരിപ്പുടല്ലേ? വൈകിട്ട് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ വാങ്ങാം. അങ്ങേര് പറയുന്നിട്ട് പകച്ച് ഞാൻ നോക്കിയെന്ന് പോയി. ബെസ്റ്റ് സാധനത്തിൻ്റെ അടുത്തുനിന്നാ ഞാൻ ഉമ്മ വാങ്ങാൻ വന്നു. എൻ്റെ തലവീതി. പല്ലുകടിച്ച് ദേഷ്യം അടക്കി. പിന്നെ ചിരിച്ചുകൊണ്ട് ഏട്ടനെ നോക്കി. അതല്ല. പിന്നെ അംബാസിഡറിൽ നിന്ന് ചിക്കൻ ബിരിയാണിയോ? അല്ല. പിന്നെന്താ? ബാർബിക്യൂ, ഷവർമ, അതോ ഫലൂഡയോ? ഇങ്ങനെ ഞാൻ ദേവി ശക്തി തരണേ. ഇതൊന്നുമില്ല. ചിണുങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലേ, സാധാരണ കഴിക്കാനുള്ള എന്തെങ്കിലും വാങ്ങാനുള്ള നീ ഇങ്ങനെ സോപ്പിടാറ്? പറയുന്നതിന് ഞാനൊന്ന് ദേഷ്യപ്പെട്ട് നോക്കി. കണ്ണുരുട്ടണ്ട, നിനക്കും എൻ്റെ പെങ്ങൾക്ക് കഴിക്കാമായി തന്നെ എൻ്റെ ശമ്പളം മൊത്തം തീർന്നു. നോക്കിയ പറയുന്നു ദുഷ്ടൻ കൊരങ്ങൻ. എനിക്കിനി ഒന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ നിന്ന്. ദേഷ്യപ്പെട്ട് തിരിഞ്ഞു പോകുന്ന കയ്യിൽ പിടിച്ച് പോലെ ചേർത്ത് നിർത്തി. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എൻ്റെ വാണിക്കുട്ടിക്കല്ലാതെ വേറെ ആർക്കാൻ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക? വീർപ്പിച്ച് വെച്ചേക്കുന്ന എൻ്റെ കവിൾ തട്ടി ചോദിച്ചു. ദയാലുവായ എൻ്റെ മനസ്സറിഞ്ഞു. അതില്ലേ? ഏട്ടൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് പിടിച്ച് കളിച്ചുകൊണ്ട് പറഞ്ഞു. അതുണ്ട്.
കളിയാക്കി പറഞ്ഞപ്പോൾ ഞാൻ മുഖം വീർപ്പിച്ച് നോക്കി. അപ്പോൾ വായിക്ക് സിബിടുന്ന പോലെ കാണിച്ചു. എനിക്കൊരു കൂട്ടം വേണം, തരുമോ? നാണിച്ച് ചോദിച്ചു. മുഖം ഉയർത്തിയില്ല. എന്താണെന്ന് കേൾക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്നാണെങ്കിൽ നോക്കാം. അയ്യോ, പാരുവിനെ കൊണ്ടേ പറ്റൂ. കണ്ണുകൾ വിടത്തി പറഞ്ഞപ്പോൾ അവിടുന്ന് സംശയ ദൃഷ്ടിയാലൊരു നോട്ടം. അത് മുത്തുകൗ. ആ ഞെട്ടിലേക്ക് നാളെ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തുകൗ, കിസ്, ഉമ്മ, ചുംബനം, മുത്തം. കണ്ണ് ചിമ്മി ചിമ്മി പറഞ്ഞു എന്നെ പകപ്പോട് നോക്കി. എന്നിട്ട് ഏട്ടൻ്റെ മേലുള്ള കൈ തട്ടി മാറ്റി. നീ പോയ വാണി? ഇല്ല, ഉമ്മ കിട്ടാൻ ഞാൻ പോയില്ല. കൈ കെട്ടിന്ന് വാശിൽ പറഞ്ഞു. നിനക്കിത് എന്നതാ കൊച്ചേ, നീ പോയി പഠിക്കാനൊന്നുമില്ലേ? ഓ ഗൗരവ്, ഇത്തിരി പേടിയാണ് ഒരു ഉമ്മയ്ക്ക് വേണ്ടി ഇതൊക്കെ നേരിടാം. പിന്നെ എക്സാം കഴിഞ്ഞിരിക്കുന്ന ഞാൻ എന്ത് പഠിക്കാൻ? ക്ലാസ് തുടങ്ങാത്ത അടുത്ത സെമസ്റ്ററിന് വേണ്ടിയോ? കണ്ണു കൂർപ്പിച്ച് നോക്കിയപ്പോൾ അവിടെ ദയനീയമായ നോട്ടം. ഇല്ല മോനെ ബാലുവേട്ടാ, ഉമ്മ കിട്ടാതെ ഇനി ഒരു മടക്കമില്ല. ഞാനും വാശിയിൽ നിന്നു. വാണിക്കുട്ട അങ്ങനെ കാലയെ കൂട്ടി നിശ്ചയിച്ചാണ് ഉമ്മ തരിക. അത് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇറ്റ്സ് ജസ്റ്റ് ആപ്പൻ. നമ്മളത് പ്ലാൻ ചെയ്ത് നടത്തിയാ അതിനാ ഒരു ഭംഗി ഉണ്ടാവില്ല. ജനലിലേക്ക് ചാരിന്ന് ഒരു കൈ കൊണ്ട് നെറ്റി തിരുമ്മിയാണ് പറച്ച്. ടെൻഷൻ എന്തെങ്കിലും വരുമ്പോൾ ഏട്ടനിത് ഉള്ളതാ. അങ്ങനെ ഹാപ്പനും ചെയ്യുന്നത് നോക്കിയിരുന്നാലേ എൻ്റെ മുമ്പിൽ പല്ലു മുളക്കും. എന്താണെങ്കിലും നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിയല്ലോ, ഞാൻ തന്നെ വേണ്ടേ? അപ്പൊ പിന്നെ അതിപ്പോ എന്താ പ്രശ്നം? തൊട്ടുമ്പിൽ ചെന്ന് ചോദിച്ചു. വാണി, ഞാൻ പറയുന്നീയൊന്ന് വേണ്ട, എനിക്കറിയാം. അല്ലെങ്കിലും ഭാര്യയായിട്ട് എന്നെ ഇഷ്ടമായിരുന്നില്ലല്ലോ. ഞാനല്ലേ വയസ്സറിയിച്ച കാലം തൊട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് കിടന്ന് എന്നെ തിരിഞ്ഞു നോക്കുപോലും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് ആറ്റുനോറ്റ് ഞാൻ എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കണ്ണുപൊട്ടുന്ന ചീത്ത പറഞ്ഞ് ഓടിച്ചില്ലേ? എൻ്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ പാവൻ്റെ ലപ്പ്യച്ഛനോടും അമ്മയോടും മാമനോടും മാമിയോടും പറഞ്ഞ് ശരിയായിക്കൊണ്ടെല്ലാം കരക്കെത്തി. അവരൊക്കെ നിർബന്ധിച്ചോണ്ടല്ലേ ഭാര്യയോടെ സമ്മതിച്ചു പോലും. വിരുമ്പി പറഞ്ഞുകൊണ്ട് ഞാൻ മുഖം താഴ്ത്തി. ഇതും കൂടി കൂട്ടി 100ാമത്തെ പ്രാവശ്യമാണ് നീ ഇത് പറയുന്നത്. ദയനീയമായ ചോദ്യം. കണ്ടോ എന്ത് ദുഷ്ടനാണ് നോക്കിയേ. ഒരാളൊരു സെന്റി പറയുമ്പോൾ ഇങ്ങനെയാണ് പെരുമാറുക. വിട്ടുകൊടുക്കരുത്, സെന്റി മാത്രമേ ഇവിടെ ഏൽക്കൂ. ആ ഇപ്പം എൻ്റെ പ്രണയകഥയും നിങ്ങൾക്ക് ബോറായി. വിഷമമുണ്ട് ബാലുവേട്ട. എനിക്കറിയാം, സുരേഷ് സാറിന് പകരം ആ ഭൂലോകരമ്പ സൂര്യമിസ് വന്നതിന് ശേഷം ഏട്ടിൽ നല്ല മാറ്റമുണ്ട്. അവർക്ക് ഏട്ടന് ഭയങ്കര കാര്യമാണല്ലോ. ജഗാന്ന് തയ്ച്ച് വിളിക്കില്ല, ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിലും അവർ ഏട്ടന് ചേരുമല്ലോ, ലെക്ചറല്ലേ, നല്ല ജോലി, കാണാനും കൊള്ളാം. ഞാനും കഷ്ടിച്ചരിഷ്ട് പാസ്സായി 3 വർഷം പകുതി എത്തി. എനിക്ക് എന്ത് പത്രാസല്ലേ ഉള്ളത്? മൂക്ക് വലിച്ച് പറഞ്ഞു. എൻ്റെ വാണി, നീ ദൈവദോഷം പറയുന്നത്. സൂര്യ നല്ലൊരു കൊളീഗ് മാത്രമാണ്. ഇനി അവർക്കങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ വാണിക്കുട്ടിയല്ലേ. എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേടാ അച്ഛനും മാമിയും പറയുമ്പോൾ ഞാൻ സമ്മതിച്ച്. അല്ലാതെ ആർക്കെങ്കിലും നിർബന്ധിച്ച് സമ്മതിപ്പിക്കാൻ പറ്റുമോ? എൻ്റെ താടി പിടിച്ചു വരുത്തി ചോദിച്ചു. ഇത്തിരി സന്തോഷമൊക്കെ തോന്നിയെങ്കിലും സെന്റി മാറ്റിയില്ല. ഉമ്മയാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ എന്നെ കാണുമ്പോഴേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഉമ്മ ചോദിച്ചുകൂടി തരാത്ത. ആ അല്ലെങ്കിൽ ഏട്ടൻ എന്നെ ഇഷ്ടമായിരുന്നില്ലല്ലോ. ഞാനല്ലേ വയസ്സറിയിച്ച കാലം തൊട്ട് നീ. ബാക്കി പറയും മുന്നേ എന്നെ ചേർത്ത് പിടിച്ച് ചുണ്ടിൽ ചുണ്ടമർത്തിയിരുന്നു. ഞാൻ വിടർന്ന കണ്ണുകളോടെ ഏട്ടനെ നോക്കി. എന്നെ കുറുമ്പോടെ നോക്കി കീഴ്ചുണ്ടിൽ പല്ലാഴ്ത്തിയതും എരിവ് വലിച്ച് കണ്ണിറുക്കി അടച്ചു. നോവേകിയ ചുണ്ടിൽ ഏട്ടൻ്റെ ചുണ്ടുകളും നാവും തന്നെ മരുന്നായി. ആദ്യമായിട്ട് അറിയുന്ന രുചിയിൽ ഏട്ടനിലേക്ക് ഞാൻ ചേർന്ന് നിന്ന് പോയി. എൻ്റെ എല്ലാ പരാതികളും പരിഭവങ്ങളും അലിയുന്ന തരത്തിൽ ഏട്ടൻ എൻ്റെ ചുണ്ടുകൾ നിവർന്നു. ഏറെ നേരത്തിന് ശേഷം ശ്വാസം മുട്ടിയ നെഞ്ചിലേക്ക് ചേരുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിരുന്നു. അല്പനേരത്തിന് ശേഷം എന്നെ മുഖം ഏട്ടന് നേർക്ക് പിടിച്ചുയർത്തി. ഇനിയും 4-5 മാസം കൂടിയേ നിന്റെ കോഴ്സ് തീരാനുള്ളൂ. അതുവരെ ഒന്ന് ക്ഷമിക്കും മിസ്സസ് ആവണി ജഗൻസ്. സിന്ദൂരം പടന്ന എൻ്റെ നെറുകിൽ ചുണ്ടമർത്തിക്കൊണ്ട് ഏട്ടൻ പറഞ്ഞു. ക്ലാസിന്റെ പേര് പറഞ്ഞ് കെട്ടിയുടെ അടുത്ത് നിർത്താതെ സ്വന്തം വീട്ടിൽ നിർത്തുന്നത് കുറച്ച് കഷ്ടം തന്നെയാണ്. മാസം 2 അതെങ്ങനെ മാഷുമാര് കെട്ടി ഇങ്ങനെ ഇരിക്കും? ജാതകദോഷം കാരണം 21 വയസ്സിന് മുമ്പ് കല്യാണം നടക്കുന്ന ജോത്സ്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പൊട്ടിയ ലഡുവിന് കയ്യും കണക്കില്ല. എന്നിട്ടിപ്പോൾ കൊച്ചു പഠിക്കുമല്ലേ, അപ്പോൾ ശ്രദ്ധ മാറേണ്ടതെന്ന് പറഞ്ഞ് 2 വീട്ടുകാരും കൂടി തീരുമാനിച്ചു. അതിന് സപ്പോർട്ട് ചെയ്യാൻ കെട്ടിയാനും കെറിവിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ചിരിയോടെ എന്നെ ചേർത്ത് പിടിച്ചു. ഓട്ടേടി, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കേണ്ട ജീവിതം മുഴുവൻ കിടക്കുമല്ലേ. ഇപ്പോൾ പഠിക്കേണ്ട സമയം, അപ്പോൾ അതിനെ ശ്രദ്ധിക്കണം കേട്ടോ. മുടിയിൽ തലവടി പറഞ്ഞപ്പോൾ ഞാനങ്ങ് മൂളി കൊടുത്തു. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കുറച്ചു നേരം കൂടി അങ്ങനെ നിന്നിട്ട് അകന്ന് മാറി. ഞാൻ പോവാണേ, വൈകിട്ട് അമ്പലത്തിൽ പോകണമല്ലോ. അതിന് ചിരിയോടെ മൂളിയപ്പോൾ തിരികെ നടന്നു. കാവിളിയിലെങ്കിലും ഒരു ഉമ്മ കിട്ടുമെന്ന് സംശയിച്ചു വന്നപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ തന്നെ കെട്ടിയും പഠിപ്പിച്ചു തന്നു. ഇനി നാത്തൂവിന് ഒപ്പിച്ചെന്ന് ഗമക്ക് നിൽക്കാം. പിന്നെ മാണിക്കുട്ടി പുറകിൽ നിന്ന് വിളിയെത്തിയ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ഡിഗ്രിയിൽ പഠിത്തം നിർത്താൻ കരുതണ്ട കേട്ടോ, നമുക്ക് PG BA എടുത്തൊരു ടീച്ചറാവേണ്ടതാ. കൈ കെട്ടിയെന്ന് കള്ളച്ചിരിയോടെ പറയുന്ന ആളെ കണ്ണുമിഴിച്ച് നോക്കിയെന്നു. പിന്നെ ഒട്ടും സമയം കളയാതെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ മുഖം പിടിച്ച് താഴ്ത്തി കവിളിലൊരു കടി കൊടുത്തു. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല മനുഷ്യ. തിരിഞ്ഞോടും മുമ്പ് അവൾ വിളിച്ചു കൂവി.